നമസ്കാരം. ബ്രെയിനി വാല്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരള PSC HSA നാച്ചുറൽ സയൻസിന്റെ സിലബസില് പാർട്ട് ബി മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഫൈലം നെമറ്റോഡ എന്ന പോർഷനാണ്. ഇപ്പോൾ ഫൈലം നെമറ്റോഡയെ കുറിച്ചാണ് ഇന്ന് നമ്മളുടെ ക്ലാസ്. ഫൈലം നെമറ്റോഡ ഉരുണ്ട വിരകൾ റൗണ്ട് വേംസ് എന്നറിയപ്പെടുന്ന ജീവികളാണ്. നെമറ്റോഡകൾ സാധാരണയായി ഉരുണ്ട വിരകൾ എന്നാണ് അറിയപ്പെടുന്നത്, റൗണ്ട് വേംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ സീലോം സ്യൂഡോസീലോം ആണ്. അപ്പോൾ സ്യൂഡോസീലോമിന്റെ സാന്നിധ്യമാണ് ഇവയുടെ സവിശേഷത. നമുക്ക് ഫൈലം നെമറ്റോഡെ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവ കൂടുതലും സ്വതന്ത്രമായി ജീവിക്കുന്നവരോ പരാദജീവികളാണ്. പാരസൈറ്റുകളാണ് കൂടുതലും, എന്നാലും ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസും കാണപ്പെടുന്നുണ്ട്. ശരീരം മെലിഞ്ഞതും ഉരുണ്ട പുഴു ആകൃതിയിലുള്ളതുമാണ്. അതുകൊണ്ടാണ് ഇവരെ റൗണ്ട് വേംസ് എന്ന് വിളിക്കുന്നത്. സാധാരണയായി ചെറുതാണ്, ചിലത് 1 മീറ്ററോ അതിൽ കൂടുതലോ ഒക്കെ നീളത്തിൽ എത്താറുണ്ട്. ഇവ ബൈലാറ്ററൽ സിമെട്രിയാണ് ഇവയ്ക്ക് ഉള്ളത്, അതായത് ദ്വിമുഖ സമമിതിയാണുള്ളത്. ശരീരത്തിനെ ഭാഗങ്ങളായി വിഭജിക്കാനായിട്ട് സാധിക്കുകയില്ല, അതായത് തല, ഉടല്, വാല് അങ്ങനെയൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. ഇവ ട്രിപ്ലോബ്ലാസ്റ്റിക് സ്യൂഡോസീലോമേറ്റ് ജീവികളാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് സ്യൂഡോസീലോമേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അനിമൽ ഡൈവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ടേംസ് ആണിത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അവയവ വ്യവസ്ഥ ഗ്രേഡുള്ള ശരീരഘടനയാണ്, അതായത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അവർക്ക് കാണപ്പെടുന്നത്. ഇവയുടെ ബോഡി പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇവരുടെ ശരീരത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നോക്കുക, ബോഡി ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും. ക്രോസ് സെക്ഷൻ എപ്പോഴും റൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവരെ റൗണ്ട് വേംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ ഗട്ടും അതുപോലെ തന്നെ ബോഡി വാളിനും ഇടയ്ക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് നമുക്ക് കാണാൻ സാധിക്കും, മസിൽ ലെയേഴ്സ് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ട്രൂ സീലോം നമുക്ക് കാണാൻ സാധിക്കില്ല. ട്രൂ സീലോം എങ്ങനെയുള്ളതാണ്? 2 വശവും അല്ലെ, അതായത് ഗട്ടിനോട് ചേർന്ന് ബോഡി വാളിനുള്ളിലും എന്ത് കാണണം? മീസോഡേമൽ ലെയേഴ്സ് ഉണ്ടാവണം. എന്നിട്ട് ആ 2 മീസോഡേമൽ ലെയറിന് ഇടയ്ക്കായിരിക്കണം സീലോം വരേണ്ടത്, അല്ലെ, ക്യാവിറ്റി വരേണ്ടത്. അങ്ങനെയുള്ള സീലോമിനെയാണ് നമ്മൾ ട്രൂ സീലോം എന്ന് പറയുക. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? മീസോഡേമൽ ലെയർ ഉണ്ട്, പക്ഷെ മീസോഡേമിൽ നിന്ന് മസിൽ ലെയേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഒരു സൈഡിൽ മാത്രമാണ് കാണുക. ഗട്ട് വോളിന്റെ ചുറ്റിനും ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അവിടെ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സീലോമിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്യൂഡോ സീലോം എന്ന് പറയുക. ഇനി ഇവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, സിൻസീഷ്യൽ അല്ലെങ്കിൽ സെല്ലുലാർ എപ്പിഡെർമിസ് ഉള്ള ശരീരഭിത്തി. ബോഡി വാള് ഒന്നുകിൽ ഒരു സിൻസീഷ്യം ആയിരിക്കും, അല്ലെങ്കിൽ സെല്ലുലാർ ആയിട്ടുള്ള എപ്പിഡെർമിസ് ആയിരിക്കും. സിംഗിൾ ലെയർ ഓഫ് സെൽസ് ചേർന്നിട്ടുള്ള ഒരു എപ്പിഡെർമിസ് ആയിരിക്കും കാണുക. എന്താണ് സിൻസീഷ്യം? സിൻസീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസിനെ, അനിമൽ സെൽസിനെയാണ് നമ്മൾ സിൻസീഷ്യം എന്ന് പറയുക. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അനിമൽ സെൽസിനെയാണ് സിൻസീഷ്യം എന്ന് പറയുക. അതായത് സൈറ്റോപ്ലാസത്തിൽ കുറെ ന്യൂക്ലിയസ് ചിതറിക്കിടക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ സ്ട്രക്ചർ വരിക. ഒന്നുകിൽ അങ്ങനെയായിരിക്കും ഇതിന്റെ ശരീരഭിത്തി കാണുക, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളുടെ ഒരു ലെയർ ആയിരിക്കും കാണുക. ആ ശരീരഭിത്തിക്ക് പുറമേ ആയിട്ട് ഒരു സ്ക്ലീറോ പ്രോട്ടീന്റെ കട്ടിയുള്ള പുറന്തൊലിയും കാണപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് സാധാരണയായി സീലിയ കാണാറില്ല. അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ദഹന കനാല് സ്ട്രെയിറ്റ്, നേരായതും പൂർണ്ണവുമാണ്. എന്താണ് പൂർണ്ണമായിട്ടുള്ള ദഹന കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് മൗത്തും ഏനസും സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ശ്വസന രക്തചംക്രമണ സംവിധാനങ്ങൾ ഇല്ല. റെസ്പിറേഷനും സർക്കുലേഷനും പ്രത്യേക ഓർഗൻ സിസ്റ്റംസ് ഒന്നും ഇല്ല. ബോഡി സർഫസിൽ കൂടിയാണ് അവരുടെ റെസ്പിറേഷൻ നടക്കുന്നത്. കമ്മിങ് ടു ദി എക്സ്ക്രീറ്ററി സിസ്റ്റം, വിസർജന വ്യവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും വേണ്ടിയിട്ട് ചില ജീവികളില്, അതായത് ചില റൗണ്ട് വേംസില് പ്രോട്ടോനെഫ്രീഡിയ എന്നൊരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രോട്ടോനെഫ്രീഡിയ എന്ന സ്ട്രക്ചറാണ് കാണാൻ സാധിക്കുക.
മറൈൻ ഫോംസിൽ, അതായത് സമുദ്ര നെമറ്റോഡുകള് റെന്നറ്റ് സെൽസ് എന്ന് പറയുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണാൻ സാധിക്കും. അപ്പൊ അമോണിയയും യൂറിയനെയും ഒക്കെ പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് റെന്നറ്റ് സെൽസ്. ചിലതിൽ ക്ലോയാക്ക കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവയ്ക്ക് ഒരു സ്കെലിറ്റൽ സിസ്റ്റം ഇല്ല, അതായത് അസ്ഥികൂട വ്യവസ്ഥ ഇല്ല. സ്യൂഡോസിലോമിക് ഫ്ലൂയിഡ് തന്നെയാണ് ഒരു ഹൈഡ്രോസ്കെലിറ്റൺ പോലെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ബോഡിയുടെ ഷേപ്പ് നിലനിർത്തപ്പെടുന്നത്. അവരുടെ ബോഡി പ്ലാൻ നോക്കുക, മൗത്തും ഏനസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്യൂഡോസീലോം നമുക്ക് കാണാൻ സാധിക്കും. ക്യൂട്ടിക്കിള്, ഒരു സ്ക്ലീറോ പ്രോട്ടീന്റെ ഒരു ക്യൂട്ടിക്കിള് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നെർവ് റിംഗ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? നെർവ് റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കം എൻഡറിക് നെർവ് റിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുക. അതായത് എന്ററോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗട്ടിനെയാണ് എന്ററോൺ എന്ന് പറയുക. ഓക്കെ, അപ്പം സർക്കം എൻഡറിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഗട്ടിനെ ചുറ്റിക്കൊണ്ട് ഒരു നെർവ് റിംഗ് കാണുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നാഡീവ്യൂഹം ലളിതമാണ്. നെർവസ് സിസ്റ്റം വളരെ സിമ്പിൾ ആണ്. മുൻഭാഗത്തെയും പിൻഭാഗത്തെയും രേഖാംശ ഞരമ്പുകളുള്ള സർക്കം എൻഡറിക് നാഡീവളയം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, സർക്കം എൻഡറിക് നാഡീവളയം കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതുപോലെ സർക്കം എൻഡറിക് നെർവ് റിംഗ് ഉൾപ്പെടുന്ന ഒരു നാഡീവ്യൂഹമാണ് ഇതിൽ കാണപ്പെടുക. അവരുടെ സെൻസറി ഓർഗൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാപ്പില്ലകൾ, ഐസ്പോട്ട് എന്നിവയുടെ രൂപത്തിലാണ് സാധാരണ സെൻസറി ഓർഗൻസ് കാണപ്പെടുന്നത്. അവ കൂടുതലും ഡയേഷ്യസ് ആണ്. എന്താണ് ഡയേഷ്യസ്, മൊണേഷ്യസ് എന്നൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ അല്ലേ? ഡയേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്കാരിസിന്റെ കാര്യം ആലോചിച്ചാൽ മതി. നമുക്ക് സെക്സസ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഓർഗാനിസംസ് ആണ് ഉള്ളത്. അവർ കൂടുതലും ഡയേഷ്യസ് ആണ്. ലൈംഗിക പുനരുൽപാദനമാണ് നടക്കുക, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുക. ലൈംഗിക പുനരുൽപാദനം ഇല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. മുട്ടകൾക്ക് കൈറ്റിനസ് പുറന്തോടുണ്ട്. അവയുടെ ജീവിതചക്രം ലളിതമോ സങ്കീർണമോ ആണ്. ചിലതിൽ ലളിതമായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ആയിരിക്കും കാണുക, ചിലതിൽ ഒന്നിൽ കൂടുതൽ ഹോസ്റ്റുകളൊക്കെ ഉള്ള സങ്കീർണമായിട്ടുള്ള ലൈഫ് സൈക്കിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണയായി പ്രത്യേക ലാർവൽ ഘട്ടങ്ങളൊന്നും തന്നെ കാണാനില്ല. ഇനി നമുക്ക് നെമറ്റോയുടെ ഉദാഹരണങ്ങളാണ് പഠിക്കാനുള്ളത്. നെമറ്റോഡയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുൻപ് ഈ നെമറ്റോഡ എന്ന് പറയുന്ന ഫൈലത്തിന് പകരം ഫൈലം ആസ്റ്റൽമിന്തസ് അല്ലെങ്കിൽ ആസ്കെൽമിന്തസ് എന്നുള്ള ഒരു ഫൈലമായിരുന്നു ഉണ്ടായിരുന്നത് റൗണ്ട് വേർഡ്സിന്. അപ്പൊ ഇപ്പോ അത് ഫൈലം ആസ്കെൽമിന്തസ് എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആയിട്ട് മാറിയേക്കുകയാണ്. അതിലെ പല ജീവികളെയും മൈനർ ഫൈലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റോട്ടിഫെറ എന്നൊക്കെ പറയുന്ന ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. നെമറ്റോഡ, നെമറ്റോമോർഫ, റോട്ടിഫെറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളായിട്ടായിരുന്നു ഫൈലം ആസ്റ്റൽമിന്തസിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോഴത്തെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് അവയെല്ലാം മൈനർ ഫൈലയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് റൗണ്ട് വേംസിന്റെ ഫൈലത്തിനെ ഫൈലം നെമറ്റോഡ എന്ന് പുനർനാമകരണം ചെയ്തേക്കുകയാണ് ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ വിശദമായിട്ട് പഠിക്കാനില്ല, എങ്കിലും അറിവിലേക്കായിട്ട് പറയുകയാണ്. അതിലെ ഫാസ്മിഡ് എന്ന് പറയുന്ന ഒരു സെൻസറി ഓർഗന്റെ പ്രസൻസ് ആബ്സെൻസിനെയും ബേസ് ചെയ്തുകൊണ്ട് നെമറ്റോഡേനെ ഫാസ്മീഡിയ എന്നും അഫാസ്മീഡിയ എന്നും രണ്ട് ക്ലാസ്സുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി പഠിക്കാനുള്ളത് നെമറ്റോഡയുടെ എക്സാമ്പിളുകളാണ് പഠിക്കാനുള്ളത്. സിലബസിൽ അതാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഉരുണ്ട വിര അഥവാ അസ്കാരിസ് ലിംബ്രിക്കോയിഡ്സ്. നമുക്കറിയാം അല്ലെ, വിര എന്ന് പറയുന്ന വിരശല്യം ഉണ്ടാക്കുന്ന സ്കാരിയാസിസ് എന്ന രോഗം ഉണ്ടാക്കുന്ന ജീവിയാണ് അസ്കാരിസ് ലിംബ്രിക്കോയിഡ്സ്. രണ്ടാമത്തേതാണ് കൊക്കപ്പുഴു, ആൻസിലോസ്റ്റോമ എന്ന് പറയുന്ന ജീവിയാണ് കൊക്കപ്പുഴു. മൂന്നാമത്തേത് ഫൈലേറിയൽ വിര, മന്ത് രോഗം വരുത്തുന്ന ജീവി ഫൈലേറിയൽ വിര ഉച്ചറേറിയ. പിൻവേം, എൻഡ്രോബിയസ് വെർമിക്യുലാരിസ്, ക്രിമി എന്നൊക്കെ പറയുന്ന ജീവിയാണ് പിൻവേം. അടുത്തത് വിപ്പ് വേം എന്നറിയപ്പെടുന്ന ട്രൈച്ചൂറിസ് ട്രൈച്ചൂറ. ട്രൈച്ചൂറിസ് ട്രൈച്ചൂറിനെ കുറിച്ച് സിലബസിൽ തന്നിട്ടില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് അതൊന്ന് പേരിന്റെ ഒരു ആകർഷണീയത കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിപ്പ് വേം എന്നറിയപ്പെടുന്നത് ട്രൈച്ചൂറിസ് ട്രൈച്ചൂറയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. അതിനോട് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നെമറ്റോഡ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. നെമറ്റോഡ സാധാരണ സസ്യങ്ങളിലും മൃഗങ്ങളിലും മനുഷ്യരിലുമെല്ലാം വിവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അതിലെ ചില രോഗങ്ങൾ, മനുഷ്യരിൽ വരുന്ന ചില രോഗങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആദ്യത്തേത് അസ്കാരിയാസിസ്. പേരിൽ നിന്ന് തന്നെ അറിയാം, അസ്കാരിസ് ലുംബ്രിക്കോയിഡുകൾ കാരണമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. കുട്ടികളിലാണ് ഇത് സാധാരണ കാണപ്പെടുന്നത്. ഇത് വയറുവേദന, വയറിളക്കം, ഛർദി എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അസുഖം കൂടിക്കഴിഞ്ഞാൽ, അതായത് വിരക ശല്യം കൂടിക്കഴിഞ്ഞാൽ ഛർദിലൂടെയും മൂക്കിലൂടെയും ഒക്കെ വിരകൾ പുറത്തു വരുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അടുത്തതാണ് ആൻസിലോസ്റ്റോമിയാസിസ്. ആൻസിലോസ്റ്റോമിയാസിസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആൻസിലോസ്റ്റോമ എന്ന് പറഞ്ഞാൽ കൊക്കപ്പുഴു. അതിന്റെ അണുബാധയാണ്, ചെറുകുടലിൽ കൊക്കപ്പുഴു അണുബാധ മൂലമാണ് ആൻസിലോസ്റ്റോമിയാസിസ് എന്ന അസുഖം ഉണ്ടാകുന്നത്. ധാരാളം കൊക്കപ്പുഴുകൾ പെറ്റുവരികയും അത് ചെറുകുടലിൽ വസിക്കുകയും ചെയ്യുന്നു. അവ എന്ത് ചെയ്യും? കുടൽ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തം വലിച്ചു കുടിക്കും. അതിന്റെ ഫലമായിട്ട് വിളർച്ച ഉണ്ടാകും, രോഗിക്ക് വിളർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ വിശപ്പും കൂടുതലായിരിക്കും. മൂന്നാമത്തെ രോഗമാണ് ഫൈലേറിയാസിസ്. ഇത് ഫൈലേറിയൽ വിരകൾ മൂലമാണ് ഉണ്ടാകുന്നത്. ഉച്ചറേറിയ ബാങ്കോഫ്റ്റി, ബ്രൂഗിയ ടിമോറി, ബ്രൂഗിയ മലായി എന്നിവയാണ് ലിംഫാറ്റിക് ഫൈലേറിയാസിസിന് കാരണം. അതായത് ലിംഫാറ്റിക് വെസൽസിൽ ഈ വിരകള്, അതായത് ഉച്ചറേറിയ വിരകള് ധാരാളമായി പെരുകുന്നത് ഫലമായിട്ട് ഇവ ലിംഫുകളിലാണ് വസിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ ലിംഫ് ഫ്ലൂയിഡ് എന്ത് സംഭവിക്കും? ലിംഫിന് എന്ത് സംഭവിക്കും? ലിംഫ് ബ്ലോക്ക് ആകും. ലിംഫാറ്റിക് നോഡുകളിലും ലിംഫ് വെസൽസിലും ലിംഫ് ബ്ലോക്ക് ആകും. അങ്ങനെ കാലുകളിൽ നീര് പോലെ, കാലുകളിലും കൈകളിലുമാണ് സാധാരണ വന്ന് കണ്ടേക്കുന്നത്. അതിങ്ങനെ നീര് പോലെ, അതായത് ഫ്ലൂയിഡ് മൂവ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കാത്തതിന്റെ ഫലമായിട്ട് ശരീരത്തിൽ നീർക്കെട്ടുകൾ ഉണ്ടാവുകയും പിന്നീട് ആ ഞരമ്പുകൾ അല്ലെങ്കിൽ ആ ലിംഫ് വെസൽസ് തടിച്ചു വരികയും ചെയ്യുന്ന, ബ്ലോക്കായിട്ട് കംപ്ലീറ്റ് ലിംഫ് വെസൽസ് എല്ലാം നാശമായി പോകുന്ന രീതിയിലുള്ള അസുഖമാണ് ഫൈലേറിയാസിസ്, മന്ത് എന്ന് നമ്മൾ പറയുന്ന അസുഖം. ഇത് ചർമ്മത്തിന് താഴെയുള്ളയും കലകളുടെ കട്ടി കൂടലിന് കാരണമാകുന്നു. ടിഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് കട്ടിയാവുകയും ഡാമേജ് ആവുകയും ചെയ്യുന്ന ഒരു അസുഖമാണ്. അടുത്തതാണ് എൻഡ്രോബിയാസിസ്. എൻഡ്രോബിയാസിസ് വെർമിക്കാരിസ് എന്ന പിൻവോം മൂലമാണ് ഉണ്ടാകുന്നത്. പിൻവോം എന്ന് പറഞ്ഞാൽ കൃമി എന്ന് പറയുന്ന ജീവിയില്, കൃമികടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൃമിയുടെ അസുഖം. അപ്പൊ അത് ആണ് എൻഡ്രോബിയാസിസ് എന്ന് പറയുന്നത്. എൻഡ്രോബിയസ് വെർമിക്കുലാരിസ് എന്ന് പറയുന്ന പിൻവോമാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് ഏനൽ റീജിയനിൽ, ഗുദഭാഗത്ത് ചൊറിച്ചിലുണ്ടാക്കുകയും ഉറക്ക അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. ഇത് കുറച്ച് ശല്യക്കാരനായിട്ടുള്ള ഒരു അസുഖമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫൈലത്തെ കുറിച്ച്, ഫൈലം നെമറ്റോഡെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. വളരെ ചെറിയൊരു ക്ലാസ് ആണ്. മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ചാനലിലൂടെ ഇനിയും HSC നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you in my next video.